ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിവിടെ തളമീൻ വെച്ചിട്ട് ഉണക്കത്തളമീൻ വെച്ചൊരു കറി വറക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വെക്കാനുള്ള മീനാണിത്. നല്ല നാടനായിട്ടുള്ളൊരു ഉണക്കക്കറി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ അതിനായി എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു തക്കാളി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, സവാളേൻ്റെ ഒരു പീസ്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി കേട്ടോ. പിന്നെ തേങ്ങ അരക്കണം. തേങ്ങയിൽ 2 ചെറിയ ഉള്ളി മാത്രം ചേർത്ത് അരയ്ക്കുക. വേണമെങ്കിൽ പെരിഞ്ചീരകം ചേർക്കാം. ഇവിടെ ആർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കണില്ല. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഉണ്ടാക്കാം കേട്ടോ. കറി വെക്കാനുള്ള പുളിവെള്ളം തയ്യാറാക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മുളകിടുകയും ചെയ്യും കുറച്ച് വെള്ളത്തിൽ. ഇന്ന് തേങ്ങ അരച്ച് വെക്കാച്ചു. കുറേ ദിവസമായി അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, പുളിവെള്ളം ഒഴിച്ചു. ഇനി അതിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ വെജിറ്റബിളൊക്കെ ഇടാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, നമ്മളെ മീനും ഇട്ടു. ഈ മസാലപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല എരിവാണ്, അപ്പോൾ കുറച്ചും കൂടെ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിന് ഇടുക. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിച്ച് കറി അടുപ്പത്ത് വെച്ചു കേട്ടോ. അഞ്ഞ് അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഹലോ ഗൈസ്, അത് മീൻകറി വേകുമ്പോഴേക്ക് നമുക്ക് ഇവിടെ ഉണക്ക വറക്കാം കേട്ടോ. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണക്കയിൽ മസാല ഒന്നും തേച്ചിട്ടില്ല. കാന്താരി മുളക് ഇട്ടിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ ടേസ്റ്റ്. മസാല നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ ഇടാൻ. അപ്പോൾ നമുക്ക് കാന്താരി മുളക് ഇട്ടിട്ട് വറുത്ത് പോരാട്ടോ. കാന്താരി ഇങ്ങനെ നടു പിളർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നാൽ എരിവ് എല്ലാവർക്കും ഉണ്ടാകും. ആ മുളക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മളെ ക്യാമറാമാൻ്റെ മേത്തേക്ക് എണ്ണ തെറിച്ചിട്ട് ക്യാമറാമാൻ ഓടി തടിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഉണക്ക മറിച്ചിടാട്ടോ. എൻ്റെ മോനാണ് ക്യാമറാമാന്. അപ്പോൾ ഓന് എണ്ണ തെറിച്ച് കണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. അടുത്ത് ഓടി ക്യാമറയും ഫോണൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നന്നായി മുരിച്ച് വറുത്തെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ കറിയും റെഡിയാവും. അപ്പോൾ ഗൈസ്, മീനൊക്കെ നന്നായി പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ. ഇച്ചിരി കരിവേപ്പില ഇടണം. അപ്പോൾ ഗൈസ്, കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ചോറ് വിളമ്പാം. ചോറ് വിളമ്പി ഇത് കയ്പയും പയറും കൂടെ ഉള്ളൊരു ഉപ്പേരി, ഒരു പപ്പടം,
ഒരു കൊണ്ടാട്ടമുളക്, പിന്നെ നമ്മളെ ഉണക്ക വറുത്തത് കാന്താരി, ഇച്ചിരി അപ്പോൾ നമുക്ക് ഇച്ചിരി ഉണക്കക്കറി ഒഴിക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരാരാണ് വിചാരിച്ചാൽ വരും, നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ പഴയ കറിയാണ് കേട്ടോ. ഓക്കെ ബൈ ഫ്രണ്ട്സ്.